ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് LGSന്റെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ഞാൻ എന്തായാലും തുടക്കമാണ്. അപ്പോൾ നമ്മുടെ ബയോളജി സെക്ഷനിൽ നിന്ന് നമുക്ക് 35 മാർക്കിന് ഞാനൊരു ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കിക്കേ, ഇതാണ് നമുക്ക് ബയോളജിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ്? മനുഷ്യ ശരീരത്തെ പറ്റിയുള്ള പൊതു അറിവ്, അതേപോലെ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, അതേപോലെ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ വിഭവങ്ങൾ, അതേപോലെ കാർഷിക വിളകൾ, വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹ്യ വനവൽക്കരണം, പരിസ്ഥിതിയും പരിസ്ഥിതിശാസ്ത്രം. ഇത്രയും ടോപ്പിക്കാണ് നമുക്ക് LGSന് 5 മാർക്കിനായിട്ട് ചോദിക്കുന്നത്. പക്ഷേ പല പരീക്ഷകൾക്കും എന്താണ് 5 എന്നുള്ളത് 6ഉം 7ഉം ഒക്കെ ആകാറുണ്ട്. നമ്മുടെ ആംബുലൻസ് അസിസ്റ്റന്റ്, അതേപോലെ അങ്ങനത്തെ നമ്മുടെ ഹെൽത്തുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിരിക്കുന്ന പോസ്റ്റുകൾക്കൊക്കെ 10ഉം 15ഉം മാർക്കുകളൊക്കെ സയൻസ് സെക്ഷനിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു പേനയും പേപ്പർ എടുത്ത് വേണം, പരീക്ഷ പോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക, ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക, ആൻസർ എഴുതുക. അത് കഴിഞ്ഞ് ഞാൻ ഉത്തരം പറയുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ നോക്കുക. എത്ര മാർക്ക് 35ൽ എത്ര മാർക്ക് കിട്ടിയെന്ന് ഉറപ്പായും കമന്റ് ചെയ്യുക. കാര്യം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്താനായിട്ട് നമുക്ക് ഈ ഒരു എക്സാംസ് കൊണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ അറിയാൻ പാടില്ലാത്ത പോയിന്റ്സ് എന്ത് പറഞ്ഞാലും അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാനും കൂടി ശ്രദ്ധിക്കുക. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 2024 ലാസ്റ്റ് PSCയുടെ LGS ലെവലിലെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ കണ്ണിയാകാൻ സാധ്യതയുള്ളത് താഴെ പറയുന്നവയിൽ ഏതാണ്? കഴുകൻ, മാൻ, പുല്ല്, പാമ്പ്. നിങ്ങളൊന്ന് ആൻസർ മാർക്ക് ചെയ്തിട്ട് ബാക്കി ഞാൻ നോക്കാം. അപ്പൊ അതായത് നോക്കിക്കേ, ആഹാര ശൃംഖല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. ആഹാര ശൃംഖലയിൽ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഹരിതസസ്യങ്ങൾ അഥവാ ഉൽപാദകരിൽ നിന്നാണ് എപ്പോഴും എന്ത് പറയുന്നത്, നമ്മുടെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കണ്ണി എന്ന് പറയുന്നത് എപ്പോഴും ഉൽപാദകരായിരിക്കും. അവസാനത്തെ കണ്ണി എന്ന് പറയുന്നത് എപ്പോഴും ആരായിരിക്കും? മാംസഭോജികളായിരിക്കും. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി, പുല്ലാണ് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഭക്ഷ്യ ശൃംഖല എന്ന് പറയുന്നത്. ഫസ്റ്റ് കണ്ണി എന്ന് പറയുന്നത് എപ്പോഴും പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഉൽപാദകർ. ലാസ്റ്റ് വരുന്നതാണ് മാംസഭോജികൾ. അതേപോലെ നിങ്ങൾ ഒരു ഇത്രയും കൂടി ഹയർ ലെവലിൽ പഠിക്കേണ്ട കാര്യമാണ്. ചിലപ്പോൾ അതെന്താണ് ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട്. കാര്യം ഈ ഒരു നമ്മുടെ LGS ലെവലിൽ നമ്മൾ ആരും അങ്ങനെ അധികം ശ്രദ്ധിക്കാത്തൊരു ടോപ്പിക് ആയത്. അതായത് ഭക്ഷ്യ ശൃംഖലകളെ മെയിൻ ആയിട്ട് 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്നാണ് ഗ്രേസിംഗ്, പിന്നെ എന്താണ് ഡെറ്റിട്രസ് എന്ന് പറയും. ഡെറ്റിട്രസ്. ഓക്കെ, ഈ 2 പേരും കൂടി നമ്മൾ ഭക്ഷ്യശൃംഖലകളിൽ പഠിക്കാനുണ്ട്. ഈ ഗ്രേസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ പ്രത്യേകത? ഇത് എപ്പോഴും തുടങ്ങുന്നത് എന്തിൽ നിന്നാണ്? ഹരിതസസ്യങ്ങളിൽ നിന്നാണ്. അതായത് സൗരോർജത്തെ നേരിട്ട് ഉപയോഗിക്കുന്നവരിൽ നിന്നാണ്. അതായത് ഈ ഗ്രേസിംഗ് ശൃംഖല എന്ന് പറഞ്ഞാൽ അവ സൗരോർജത്തെ നേരിട്ട് ഉപയോഗിക്കും. ഇനി ഡെറ്റിട്രസ് എന്താണെന്ന് നോക്കിക്കേ. ഇതെന്ന് പറയുന്നത് മൃത വസ്തുക്കളിൽ നിന്നാണ് തുടങ്ങുന്നത്. അതായത് നമ്മൾ ഇപ്പൊ നമുക്കറിയാം മണ്ണിൽ തന്നെ എന്താണ് വേസ്റ്റ് ഒക്കെ കിടന്ന് അതിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തുണ്ടാകുന്നുണ്ട്? ചെറിയ പൂപ്പലും പായലും അതൊക്കെ ഉണ്ടാകും. പിന്നെ എന്താണ്? അതിനെ ഭക്ഷിച്ച് അടുത്തത് ഉണ്ടാകും. അതായത് മൃതകാർബണിക വസ്തുക്കൾ ഉണ്ടാകും. അതിനെ വിഘടിപ്പിക്കുന്ന വിഘാടകർ വരും. അവയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? അപ്പൊ ചെറിയ ചെറിയ ജീവികൾ കഴിക്കും. അവിടെ നിന്ന് ചെറിയ മാംസഭോജികൾ, അവയെ കഴിക്കുന്ന വലിയ മാംസഭോജികൾ, അങ്ങനെ ഒരു ഭക്ഷ്യശൃംഖല വരാറുണ്ട്. അപ്പൊ അതിനെയാണ് ഡെറ്റിട്രസ് എന്ന് പറയുന്നത്. 2 ഉണ്ട്, ഗ്രേസിംഗ് ഉണ്ട്, ഡെട്രിറ്റസും ഉണ്ട്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇത് കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അതായത് ഹരിതസസ്യങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന മൃതകാർബണിക വസ്തുക്കളിൽ നിന്ന് ആരംഭിക്കുന്ന ആഹാര ശൃംഖലയെ പറയുന്ന പേരെന്തെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ സോഴ്സ് അറിയണ്ടേ? ഇതിന്റെ സോഴ്സ് എവിടെ നിന്നാന്ന് നോക്കാം. നമുക്ക് കണ്ടോ, ഈ പറയുന്നത് നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കില് നമ്മുടെ 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണിത്. 6ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ തന്നിരിക്കുന്നത്. നോക്കിക്കേ, പുല്ല്, മാൻ, സിംഹം. ഇവിടെ എന്തൊക്കെയായിരിക്കാം? പുൽച്ചാടി കഴിക്കുന്നത് എന്തിനെ ആയിരിക്കാം? ഇവിടെ എന്താണ്? പുല്ലുവന്നം. അതേപോലെ പുൽച്ചാടി വന്നം, പുൽച്ചാടിയെ തിന്നുന്ന എന്തെങ്കിലും ഒരു ജീവി വരാം, തവളയോ അങ്ങനെ എന്തെങ്കിലും വരാം, തവളയെ തിന്നുന്ന പാമ്പ്, അങ്ങനെ കണക്ട് ചെയ്ത് വരാം. അതായത് നോക്കിക്കേ, ആഹാര ശൃംഖല, ഫുഡ് ചെയിൻ എന്താണ്? ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യ കണ്ണി എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഹരിതസസ്യമായിരിക്കും. അവസാന കണ്ണി എന്ന് പറയുന്നത് പൊതുവെ എന്തായിരിക്കും? മാംസഭോജികളായിരിക്കും. ഇടയ്ക്കുള്ളവ എന്തായിരിക്കും? സസ്യഭോജികളോ മിശ്രഭോജികളോ ആകാം. അപ്പൊ ഇതെങ്ങനെ വേണമെങ്കിലും വരാം നമുക്ക് ഈ ശൃംഖല എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഇതിന്റെ സോഴ്സ് എവിടെ നിന്നാന്ന് മനസ്സിലായില്ലേ? ചന്ദ്രശങ്കര എന്നത് ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ്? ചന്ദ്രശങ്കര 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, എന്താണ് ചന്ദ്രശങ്കര എന്ന് പറഞ്ഞാൽ എന്താണ്? അത് തെങ്ങിന്റെ ഒരു ഇനമാണ് ചന്ദ്രശങ്കര എന്ന് പറയുന്നത്. അതിന്റെ സോഴ്സ് കാണിച്ചു തരാം. ദേ കിടക്കുന്നു. അതായത് നമ്മുടെ SCRTയില്
SCERT ടെക്സ്റ്റ് ബുക്കിലെ 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെക്കുക. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ ഇവയെല്ലാം എന്താണ്? സങ്കരയിനം തെങ്ങുകളാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ചന്ദ്രലക്ഷ എന്ന് പറയുന്ന എന്തൊക്കെ തമ്മിൽ ജോയിൻ ചെയ്തുണ്ടാക്കുന്നതാണ്? ഏതാണ്? ലക്ഷദ്വീപ് ഓർഡിനറി, ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും. ചന്ദ്രശങ്കര എന്താണ്? ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും തമ്മിൽ ക്രോസ് ചെയ്തുണ്ടാക്കുന്നതാണ്. ഇനി ലക്ഷഗംഗ എന്താണ്? ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാ ബോന്ധവുമാണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ ഒരു സങ്കര ഇനം വിത്തുകളെ നമ്മൾ ഒത്തിരി പഠിക്കുന്നുണ്ട്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ പഠിക്കാതെ നിങ്ങൾ പോകരുത്. ബാക്കി ഒത്തിരി ഹയർ ലെവലിലേക്ക് പഠിച്ചില്ലെങ്കിലും ടെക്സ്റ്റ് ബുക്ക് LGS ലെവലിൽ, LGS ഇപ്പൊ LDCയുടെ ഒക്കെ ഒരു പ്രിലിംസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു ലെവലിലേ ചോദിക്കുകയുള്ളൂ. നോക്കിക്കേ, നെല്ലിന്റെ സങ്കര ഇനം വിത്തുകൾ ഏതൊക്കെയാണ്? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. അടുത്തത് പയറാണെങ്കിൽ എന്താണ്? ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. പച്ചമുളകാണെങ്കിൽ എന്താണ്? ഉജ്ജ്വല, ജ്വാലാമുഖി. ഉജ്ജ്വലം, ജ്വാലാമുഖി എന്താണ്? നമ്മൾ പച്ചമുളക് കഴിച്ച തീയാണല്ലേ. അതേപോലെ അനുഗ്രഹ. ഇനി വെണ്ട എന്താണ്? കിരൺ. ഇതെപ്പോഴും ചോദിക്കുന്നതാണ്. കിരൺ, അനാമിക, അർക്ക, സൽകീർത്തി ഇതൊക്കെ എന്താണ്? വെണ്ടയാണ്. വഴുതനയാണെങ്കിൽ എന്ത് വരും? സൂര്യ, ശ്വേത, ഹരിത, നീലിമ ഇവയെല്ലാം വഴുതനയുടെ ഇനങ്ങളാണ്. അടുത്തതാണ് മുക്തി, അനഘ, അക്ഷയ. ഇവ മൂന്നും എന്തിൻ്റെതാണ്? തക്കാളിയുടെ ഇനങ്ങളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ എന്താണ്? തെങ്ങിൻ്റെതാണ്. അതേപോലെ നെല്ല്, പയറ്, പച്ചമുളക്, വെണ്ട, വഴുതന, തക്കാളി ഇത്രയും ഫാക്ട്സ് പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവമേത്? ഏതാണ്? ആമാശയം, പാൻക്രിയാസ്, ചെറുകുടൽ, കരൾ. ഏതാണ് ആൻസർ? ആൻസർ മാർക്ക് ചെയ്തിട്ടേ നിങ്ങൾ അടുത്തിലേക്ക് പോകാവൂ. ആൻസർ എന്ന് പറയുന്നത് പിത്തരസം വരുമ്പോൾ അത് കരളാണ്. ഓക്കെ, കിടക്കുന്നു 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് 9ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററിലാണ് ഈ പറഞ്ഞിരിക്കുന്നത്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൽ എന്തില്ല? എൻസൈമുകളില്ല. അപ്പൊ എന്താണ്? കരളാണ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്? പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത്. കൊഴുപ്പിനെ ചെറിയ കണികകളാക്കുകയും ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുകയും ചെയ്യുന്നതിലൂടെ അവ ദഹനത്തെ സഹായിക്കുന്നു. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം എവിടെയാണ് സംഭരിക്കുന്നത്? അത് പിത്താശയത്തിലാണ് സംഭരിക്കുന്നത്. പിത്താശയത്തിൽ സംഭരിക്കുന്നു. അടുത്തതാണ് അവിടെ ആഗ്നേയ ഗ്രന്ഥി കൂടി പറഞ്ഞിട്ടുണ്ട്. ആഗ്നേയ ഗ്രന്ഥിയാണ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്? ആഗ്നേയ രസം ഉൽപ്പാദിപ്പിക്കുന്നത്. പിത്തരസവും ആഗ്നേയ രസവും ഒരു പൊതുകുഴിയുടെ പക്വാശയത്തിലേക്ക് തുറക്കുന്നു. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ എവിടെ നിന്നാണ് സോഴ്സ്? ക്വസ്റ്റ്യന്റെ സോഴ്സ് മനസ്സിലായില്ലേ? വായ്പുണ്ണ ഏത് ജീവകത്തിന്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്? ജീവകം A, B, D, C. ഏതിന്റെയാണ് വായ്പുണ്ണ? വായ്പുണ്ണ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ജീവകം B ആണ്. കിടക്കുന്നു. അതിന്റെ ഫാക്ട്സ്, അതിന്റെ സോഴ്സ് 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലാണ് പറഞ്ഞിരിക്കുന്നത്. അവർ നല്ല വൃത്തിക്ക് ഒരു ബോക്സ് ആക്കി തന്നിട്ടുണ്ട്. വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് എന്ത്? നിശാന്തത. എന്താണ് അതിന്റെ പ്രത്യേകത? മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. വൈറ്റമിൻ ബി മൂലമാണ് എന്തുണ്ടാകുന്നത്? വായ്പുണ്ണുണ്ടാകുന്നത്, അതായത് വായിൽ വ്രണങ്ങൾ ഉണ്ടാകുന്നത്. വൈറ്റമിൻ സി മൂലമാണ് എന്ത്? സ്കർവി, മോണയിൽ പഴുപ്പും രക്തസ്രാവവും. വൈറ്റമിൻ ഡി ആണ് എന്ത്? കണ. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു, അതാണ് കണ. ഇനി ഇരുമ്പാണെങ്കിൽ എന്താണ്? അനീമിയ, ഇരുമ്പിന്റെ കുറവ് മൂലം. രക്തക്കുറവ്, വിളർച്ച. അയഡിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് എന്താ? ഗോയിറ്റർ. എന്താണ്? തൊണ്ടയിൽ മുഴയാണ്. അപ്പൊ കണ്ടോ, ഇവിടെ നിന്നാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എന്താണ്? വന്യജീവി സങ്കേതം നീലഗിരി ആണോ? അല്ല. ദേശീയ പാർക്ക് സൈലന്റ് വാലി, ഇത് നമുക്ക് അറിയാവുന്നതാണ്. സൈലന്റ് വാലി എന്ന് പറയുന്നത് ഒരു ദേശീയ പാർക്കാണ്, ഇത് ശരിയാണ്. കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? കടലുണ്ടിയാണ്. കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ്. അപ്പൊ ഇത് തെറ്റാണ്. അപ്പൊ ബയോസ്ഫിയർ റിസർവ് ഇതും തെറ്റാണ്. വന്യജീവി സങ്കേതം ഇതും തെറ്റാണ്. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി, 2 മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കാം. 6ാമത്തെ ക്വസ്റ്റ്യൻ. ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് താഴെ പറയുന്ന ഏത് മേഖലയിലുള്ള വ്യക്തികൾക്കാണ് നൽകുന്നത്? കായിക താരങ്ങൾ, ശാസ്ത്രജ്ഞർ, സാമൂഹ്യ പ്രവർത്തകർ, അധ്യാപകർ. ആർക്കാണ് ഈ അവാർഡ് നൽകുന്നത്? അത് ശാസ്ത്രജ്ഞർക്ക് നൽകുന്ന അവാർഡാണ് എന്തെന്ന് പറയുന്നത്? ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് എന്ന് പറയുന്നത്. അപ്പൊ 104/2024 ക്വസ്റ്റ്യൻ പേപ്പർ. ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത്. 91/2024 അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതേത്? ഡിഫ്തീരിയ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ്. എന്താണത്? ശരിയായ പ്രസ്താവനയാണ്. കോളറ വായുവിലൂടെ പകരുന്ന രോഗമാണ്.
ചിക്കൻ ഗുനിയ മലിനജലത്തിലൂടെ പകരുന്ന രോഗമാണ്. ഇവിടെ ഏതാണ് ശരി? ഇത് രണ്ടും എന്താണ്? തെറ്റാണ്. ഓപ്ഷൻ എ ഒന്ന് മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. ഇത് നമ്മുടെ 10ാം ക്ലാസ്സിലെ രോഗങ്ങൾ, അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അപ്പൊ ഡിഫ്തീരിയ എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമുക്കറിയാം ജലത്തിലൂടെ പകരുന്ന കുറച്ച് രോഗങ്ങളുടെ പേര് പഠിച്ചു വെക്കാം. ജലത്തിലൂടെ പകരുന്ന കുറച്ച് രോഗങ്ങളാണ്. അതിലൊന്ന് പറയുന്നത് കോളറ. കോളറ വായു അല്ല, കോളറ എന്താണ്? ജലത്തിലൂടെയാണ് പകരുന്നത്. കോളറ, അതേപോലെ ടൈഫോയിഡ്, പിന്നെയുള്ളതാണ് എലിപ്പനി. ഇതെല്ലാം എന്താണ്? ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. എങ്കിൽ നമുക്ക് വായുവിലൂടെ പകരുന്ന കുറച്ച് രോഗങ്ങളെ കൂടി നോക്കി വെക്കാം. വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഒന്ന് ഡിഫ്തീരിയ വായുവിലൂടെയാണ് പകരുന്നത്. ക്ഷയം വായുവിലൂടെയാണ്. അതേപോലെ സാർസ് വായുവിലൂടെയാണ്. പിന്നെ വരുന്നതാണ് വില്ലൻ ചുമ. ഇതൊക്കെ എന്താണ്? വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അനോഫിലിസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗം എന്ത്? അനോഫിലിസ് പെൺകൊതുകുകളാണ് ചോദിച്ചിരിക്കുന്നത്. ക്ഷയം, മലമ്പനി, ഡെങ്കിപ്പനി. എവിടെ നിന്നാണ്? ആരാണ് അനോഫിലിസ് കൊതുകുകൾ ഏത് രോഗത്തെയാണ് വഹിക്കുന്നത്? അത് ഓപ്ഷൻ സി മലമ്പനിയാണ്. കാണിച്ചു തരാം, സോഴ്സ് കാണിച്ചു തരാം. നോക്കിക്കേ, കണ്ടോ? ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് വൃത്തിക്ക് തന്നെ തന്നിട്ടുണ്ട് പ്രോട്ടോസോവ രോഗങ്ങൾ. ഈ രോഗങ്ങളുടെ കേസിൽ തന്നെ ഈ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ അകറ്റി നിർത്താൻ രോഗങ്ങൾ എന്നതിൽ പ്രോട്ടോസോവ രോഗങ്ങൾ തന്നിട്ടുണ്ട്. എല്ലാ ബാക്ടീരിയൽ ഡിസീസ് ഉണ്ട്, വൈറസ് ഡിസീസ് ഉണ്ട്, എല്ലാം ഉണ്ട് അതിനുള്ളിൽ. അപ്പൊ അതിൽ തന്നിരിക്കുന്നതാണ് രോഗകാരി എന്താണ്? പ്ലാസ്മോഡിയം. മലമ്പനി രോഗബാധയെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ മലമ്പനിയുടെ രോഗകാരിയാണ് ആര്? പ്ലാസ്മോഡിയം. എന്താണ് അതിന്റെ പ്രത്യേകത? ഏകകോശ യൂക്യാരിയോട്ടുകളാണ് എന്തെന്ന് പറയുന്നത്? പ്രോട്ടോസോവകൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് എന്ത്? മലമ്പനി. വാഹകരാണ് അനോഫിലിസ് പെൺകൊതുകുകൾ. അനോഫിലിസ് പെൺകൊതുകുകളാണ് മലമ്പനി പരത്തുന്നത്. അതിന്റെ ആദ്യത്തെ ജീവി ആരാണ്? മനുഷ്യരാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ ജോഡി ഏത്? ക്ഷയം BCG, ടെറ്റനസ് OPV, ഡിഫ്തീരിയ MMR, പോളിയോ DPT. നോക്കാം നമുക്ക്. ഇതിന്റെയും സോഴ്സ് കാണിച്ചു തരാം. ഇതും നമ്മുടെ കണ്ടോ 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ പ്രതിരോധത്തിന്റെ കാവലാളുകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഈ ബോക്സ് ഇങ്ങനെ കിടപ്പുണ്ട്. ഈ ബോക്സിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ആൻസർ. BCG എന്ന് പറഞ്ഞാൽ ട്യൂബർകുലോസിസ്, ക്ഷയമാണ്. BCG എന്താണ്? ക്ഷയം. BCGയുടെ ക്ഷയത്തിന്റെ വാക്സിൻ ആണ് എന്ത്? BCG എന്ന് പറയുന്നത്. OPV എന്താണ്? അത് പോളിയോയ്ക്കാണ്. പെൻഡാവാലന്റ് എന്തൊക്കെയാണ്? പെൻഡ മീൻസ് എന്താണ്? 5 എണ്ണമാണ്. അപ്പൊ ഏതൊക്കെയാണ്? ഡിഫ്തീരിയ, ടെറ്റനസ്, പെർട്ടൂസിസ്. പണ്ടത്തെ നമ്മുടെ DPT വാക്സിൻ. ഈ DPT ആണ് ഡിഫ്തീരിയ, ടെറ്റനസ്, പെർട്ടൂസിസ്. അതിന്റെ കൂട്ടത്തിൽ 2 എണ്ണം കൂടി കൂടിച്ചേർത്ത് എന്തൊക്കെയാണ്? ഹെപ്പറ്റൈറ്റിസ് ബിയും ഹീമോഫിലിസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബിയും. ഈ 2 അസുഖങ്ങളോട് കൂടിച്ചേർത്തിട്ടാണ് ഇപ്പോൾ അത് പെൻഡാവാലന്റ് എന്ന പേരിലാക്കിയത്. അപ്പൊ DPT മാറി ഇപ്പൊ എന്താണ്? പെൻഡാവാലന്റ് ആണ്. അപ്പൊ എന്താണ് DPT എന്താണെന്ന് ചോദിക്കാം. എന്തൊക്കെയാണ്? ഡിഫ്തീരിയ, ടെറ്റനസ്, പെർട്ടൂസിസ് ആണ്. അതിന്റെ കൂട്ടത്തിൽ ഹെപ്പറ്റൈറ്റിസ് ബിയും ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബിയും കൂടി ചേരുമ്പോഴാണ് പെൻഡാവാലന്റ് വരുന്നത്. അടുത്തത് MMR. എന്തൊക്കെയാണ്? മീസിൽസ്, മംസ്, അതേപോലെ റുബല്ല. പിന്നെയുള്ളത് TT എന്ന് പറഞ്ഞാൽ എന്താണ്? ടെറ്റനസിനാണ്. അപ്പൊ ഇവിടെ എന്താണ്? പോളിയോയ്ക്ക് നമുക്കറിയാം OPV ആണെന്നറിയാം. OPV. അപ്പൊ ഇത് തെറ്റാണ്. ക്ഷയത്തിന് എന്താണ്? BCG വാക്സിൻ അല്ലേ ക്ഷയം പറഞ്ഞത്? കണ്ടോ? ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷയമാണ്. അത് BCG വാക്സിൻ ആണ്. അപ്പൊ ഇവിടെ എന്താണ്? ഇത് ശരിയാണ്. ടെറ്റനസ് എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? കണ്ടോ? ടെറ്റനസ് ലാസ്റ്റ് വൺ TT ആണ്. ടെറ്റനസിന് എടുക്കുന്ന എന്താണ്? TT എടുക്കുവാണ്. അപ്പൊ ഇതും എന്താണ്? തെറ്റാണ്. MMR എന്തായിരുന്നു? മീസിൽസ്, മംസ്, റുബല്ല. അതിന് 3 രൂപ. അപ്പൊ ഇതെല്ലാം തെറ്റാണ്. അപ്പൊ നമുക്കിവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ഒന്ന് മാത്രമാണ് ഇവിടെ ശരിയായ ജോഡിയായിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് കണ്ടതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ്, ഒരൊറ്റ ക്വസ്റ്റ്യൻസ് പോലും നമ്മുടെ SCRT വിട്ടവർ ചോദിക്കുന്നില്ല. എല്ലാം SCRT 5ാം ക്ലാസ്സിൽ, 6ാം ക്ലാസ്, 7ാം ക്ലാസ് ഒക്കെയുള്ള ഫാക്സാണ് ചോദിക്കുന്നത്. മാക്സിമം 10 വരെയുള്ള ഫാക്സ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏത്? സോഡിയം, ഇരുമ്പ്, ഫോസ്ഫറസ്, അയഡിൻ. ഏതാണ് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായത്? ഓപ്ഷൻ ബി ഇരുമ്പാണ്. നമ്മുടെ 7ാം ക്ലാസ്സിലെ SCRT ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 8ാമത്തെ ചാപ്റ്ററിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യരക്തത്തിൽ, അതായത് മനുഷ്യരക്തത്തിന് ചുവപ്പ് നിറമാണ്. ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തുവാണ് സാന്നിധ്യമാണ് ഇതിന് കാരണം. അപ്പൊ എന്ത് പഠിക്കുക? മനുഷ്യരക്തത്തിന്റെ ചുവപ്പ് നിറത്തിന് കാരണമായത് എന്താണ്? ഹീമോഗ്ലോബിൻ ആണ്.
ഇരുമ്പിന്റെ അംശവും അതേപോലെ തന്നെ പ്രോട്ടീനും അടങ്ങിയ സംയുക്തമാണിത്. അപ്പൊ ഇരുമ്പും ഉണ്ട്, അവിടെ പ്രോട്ടീനും ഉണ്ട്. ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും സംവഹനത്തിൽ ഹീമോഗ്ലോബിൻ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണെന്നുള്ളത്. ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ സാധനം എന്ന് പറയുന്നത് എന്താണ്? ഇരുമ്പാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫാറ്റി ലിവർ, പ്രമേഹം, പക്ഷാഘാതം, ഹീമോഫീലിയ. ജീവിതശൈലി രോഗമല്ലാത്തത് ഇവിടെ ഏതാണ്? ഹീമോഫീലിയ ആണ്. ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ജനിതക രോഗമാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഓക്കെ, കിടക്കുന്നു. ഇത് നമ്മുടെ ടെക്സ്റ്റിലെ 10ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ തന്നെയാണ്. പ്രമേഹം ഈ ഒരു ചാപ്റ്റർ, അതായത് 10ാം ക്ലാസ്സിലെ അകറ്റി നിർത്താം രോഗങ്ങൾ എന്ന് പറയുന്ന ഒരു 4ാമത്തെ ചാപ്റ്റർ നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് ആ ചാപ്റ്റർ അരച്ച് ഇലക്കി കുടിച്ച് പഠിച്ചു. കാര്യം അതേപോലെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. നമുക്ക് രോഗങ്ങളും രോഗകാരികളും എന്നുള്ളത് നമ്മുടെ LGS വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതെ, ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മാത്രമാണ് അവർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രമേഹം എന്ന് പറയുന്നത് എന്താണ്? ഇൻസുലിന്റെ കുറവോ പ്രവർത്തന വൈകല്യം, ഇതെല്ലാം എന്താണ്? ജീവിതശൈലി രോഗങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് അവർ തന്നിരിക്കുന്നതാണ്. ഫാറ്റി ലിവർ എന്താണ്? കരളിൽ കൊഴുപ്പടിഞ്ഞുകൂടാൻ ഇടയാകുന്നതാണ് ഫാറ്റി ലിവർ. പക്ഷാഘാതം എന്താണ്? മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നതും രക്തപ്രവാഹം തടയുന്നതും. അമിത രക്തസമ്മർദ്ദം, കൊഴുപ്പടിഞ്ഞ രക്തധമനികളുടെ വ്യാസം കുറയുന്നത്. ഹൃദയാഘാതം, ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണ ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത്. ഇതൊക്കെയാണ് അവർ ജീവിതശൈലി രോഗങ്ങൾ എന്നും പറഞ്ഞ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നവയിൽ, ഇത് 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇത് 12, ഇത് 13, ഇത് 14. ഓക്കെ, താഴെ പറയുന്നതിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി എന്ത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പദ്ധതിയാണ് അല്ലേ ഇത്. താലോലം, സ്നേഹപൂർവ്വം, ആർദ്രം, മൃതസഞ്ജീവനി. ഏതാണ്? അവയവദാനവുമായി ബന്ധപ്പെട്ടതാണ് മൃതസഞ്ജീവനി പദ്ധതി. അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരുന്നു? ക്യാൻസർ, എയ്ഡ്സ്, കുഷ്ഠം, പ്രമേഹം. ഏതാണ് അത്? അശ്വമേധം എന്ന് പറയുന്നത് കുഷ്ഠവുമായി ബന്ധപ്പെട്ടതാണ്. നിപ രോഗത്തിന്റെ പ്രകൃതിയാലുള്ള വാഹക ജീവി ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? നിപ രോഗത്തിൻ്റെത് വവ്വാലാണ്. ഓപ്ഷൻ ബി വവ്വാലാണ്. നെക്സ്റ്റ് നോക്കിക്കേ, 15, 16, 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണുവാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ബാക്ടീരിയ, പ്രോട്ടോസോവ, ഫംഗസ്, വൈറസ്. ഏതാണ് ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണു എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ഡി വൈറസ് ആണ്. നെക്സ്റ്റ്, ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി ഏത്? ആയുഷ് ഏതൊക്കെയാണ്? ആയുർവേദം, ഹോമിയോപ്പതി, അലോപ്പതി, യുനാനി. അപ്പൊ ഏതാണ് ആയുഷിൽ ഉൾപ്പെടാത്തത്? അപ്പൊ നമുക്ക് നോക്കാം. ആയുഷ്, ഇങ്ങനെയാണ് ആയുഷ് എഴുതുന്നത്. എന്താണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആയുർവേദം. വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? യുനാനി. യുനാനി അല്ല, യോഗ. അതേപോലെ തന്നെ യു ആണ് യുനാനി. യോഗ ആൻഡ് നാച്ചുറോപ്പതി എന്ന് പറയും. യോഗ ആൻഡ് നാച്ചുറോപ്പതി. ഇതാണ് യു എന്ന് പറയുന്നത്, നാച്ചുറോപ്പതി. ഇനി എസ് എന്താണ്? യുനാനി പറഞ്ഞു. എസ് എന്ന് പറയുന്നത് സിദ്ധ. അതേപോലെ എച്ച് എന്ന് പറയുന്നത് എന്താണ്? ഹോമിയോ. ഇതാണ് ആയുഷ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഏതൊക്കെയാണ്? ആയുർവേദം, യോഗ ആൻഡ് നാച്ചുറോപ്പതി. യു എന്ന് പറഞ്ഞാൽ യുനാനി, സിദ്ധ, ഹോമിയോപ്പതി. അപ്പൊ ഇവിടെ ഉൾപ്പെടാത്ത ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഇവിടെ വരുന്നത് ഓപ്ഷൻ സി അലോപ്പതിയാണ്. താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് എന്താ? വിമുക്തി എന്നാണ് എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് എന്ത്? മെഡിസെപ്പ്. ലീപ്പ്, ആരോഗ്യകിരണം, ആശ്വാസകിരണം, മെഡിസെപ്പ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ വായിച്ച് ഞാൻ ഡയറക്റ്റ് ആൻസറിലേക്ക് പോയി. ഞാൻ നിങ്ങൾക്ക് 20. ശൈശവ വിവാഹം തടയുന്നതിന്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയുടെ പേര് ആശ്വാസനിധി, രക്ഷാദൂത്, പൊൻവാക്ക്, ഉജ്ജ്വല. എന്താണ്? പൊൻവാക്കാണ് അല്ലെ, ഒരു കുട്ടിയുടെ ജീവിതം തന്നെ രക്ഷിക്കുന്നത്. അപ്പൊ എന്താണ്? അതൊരു പൊൻവാക്കായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആണ് ആര്? കുഞ്ചാക്കോ ബോബൻ, പൃഥ്വിരാജ്, മമ്മൂട്ടി, മോഹൻലാൽ. ആരാണ് മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ എന്ന് പറയുന്ന? ഓപ്ഷൻ ഡി മോഹൻലാൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 21ാമത്തേതാണ്. മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീര അവയവമാണ് എന്തെന്ന് പറയുന്നത്? മഞ്ഞപ്പിത്തം എവിടെയാണ് ബാധിക്കുന്നത്? നമ്മുടെ കരളിനെ ബാധിക്കുന്ന രോഗമാണ് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. അതേപോലെ അമിത മദ്യപാനം മൂലം കരളിനുണ്ടാകുന്ന ഒരു രോഗമാണ് എന്ത്? സിറോസിസ് എന്ന് പറയുന്ന അമിത മദ്യപാനം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ്. അതേപോലെ യൂറിയ നിർമ്മാണം നടക്കുന്ന ശരീരഭാഗമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ കരൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
മലമ്പനിക്ക് കാരണമായ രോഗകാരി. മലമ്പനിക്ക് കാരണമായത് ഏതാണ്? ബാക്ടീരിയ, പ്ലാസ്മോഡിയം, വൈറസ്, മൈക്രോബാക്ടീരിയം, ട്യൂബർകുലോസിസ്. നമ്മൾ പറഞ്ഞതല്ലേ കഴിഞ്ഞ ഇതില്. മലമ്പനി ഏതാണ്? അനോഫിലിസ് പെൺകൊതുകുകളാണ്, പ്ലാസ്മോഡിയം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലാത്തത്: പ്രതിരോധ കുത്തിവയ്പ്, ഡോക്ടറുടെ സേവനം, CT സ്കാൻ, പാലിയേറ്റീവ് പരിചരണം. ഏതാണ് അല്ലാത്ത സേവനം എന്ന് പറഞ്ഞാൽ? അത് ഓപ്ഷൻ സി, CT സ്കാൻ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമാണ് എന്തെന്ന് പറയുന്നത്? ജൂൺ 7 ആണ് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 25ാമത്തത്. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂർ, തിരുവനന്തപുരം, എറണാകുളം, ആലപ്പുഴ. ഏതാണ്? ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനമാണ് തൃശ്ശൂർ. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത്: ഫാറ്റി ലിവർ, തൊണ്ടമുള്ള്, ഹൃദയാഘാതം, അമിത രക്തസമ്മർദ്ദം. ഏതായിരിക്കും താഴെ പറയുന്നവയിൽ ഇവിടെ ജീവിതശൈലി രോഗമല്ലാതായിട്ട് വരുന്നത്? നമുക്ക് അറിയാം, ഫാറ്റി ലിവർ ഉണ്ട്, ഹൃദയാഘാതമുണ്ട്, അമിത രക്തസമ്മർദ്ദമുണ്ട്. സോ ഓപ്ഷൻ സി, തൊണ്ടമുള്ളാണ്. യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ ഏത്? സാർക്കോമ, കാർസിനോമ, മാലിഗ്നൈറ്റ് മെലനോമ, ട്യൂമർ. ഈ സാർക്കോമയാണ് യോജക കലയെ ബാധിക്കുന്നത്. യോജക കല എന്താണെന്നും അത് എങ്ങനെയൊക്കെയാ വരുന്നതെന്നും എല്ലാം ആ ഒരു ക്ലാസ്സിൽ കഴിഞ്ഞ LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? നിരാമയ പദ്ധതി എന്ന് പറയുന്നത്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത് 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത് 2005, 2006, 2019, 2008 എന്നാണ്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ 2008 ആണ്. ബാക്ക് ടു ബേസിക് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? ക്യാൻസർ, കൊറോണ വൈറസ്, നിപ്പ, കുരങ്ങുപനി. ഏതാണ് ബാക്ക് ടു ബേസിക്സ് എന്ന് പറഞ്ഞാൽ? എന്താണ്? കൊറോണ വൈറസുമായി ബന്ധപ്പെട്ടതാണ്. ഇനി 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് കാരുണ്യ, മൃദുസഞ്ജീവനി, സമാശ്വാസം, ക്യാൻസർ സുരക്ഷാ പാത്രം. ഏതാണ്? അത് ഓപ്ഷൻ എ, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 32ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത് 85/2024 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മളിപ്പോൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആംബുലൻസ് അസിസ്റ്റന്റിന് ചോദിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ സയൻസിന്റെ പോർഷൻസ് കുറച്ച് കൂടുതലായിരിക്കും. കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾക്ക് തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതിയാണ് എന്തെന്ന് പറയുന്ന? സശ്രദ്ധം. എന്താണ്? സശ്രദ്ധം. ലോക ജന്തുരോഗ ദിനം എന്നാണ്? ജൂലൈ 6, ജൂലൈ 12, മാർച്ച് 3, മാർച്ച് 8 എന്നാണ് ലോക ജന്തുരോഗ ദിനം? അത് ജൂലൈ 6 ആണ് ലോക ജന്തുരോഗ ദിനം. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഇത് നമുക്ക് ഇന്ത്യയുടെ എന്ന് വേണ്ട, നമുക്ക് കേരളം കൊടുക്കാം. കേരളത്തെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ്? ഓപ്ഷൻ ബി, വീണ ജോർജ്. കാര്യം നമുക്ക് ഇതിന്റെ ആൻസർ ഇല്ല. ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി, ഇത് ക്വസ്റ്റ്യൻ വരുമ്പോഴേക്കും അത് മൻസുഖ് മാണ്ഡവ്യ ആയിരുന്നു, അതിപ്പോ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആരാണ് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞാൽ? ഇന്ത്യയുടെ ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ജഗത് പ്രകാശ് നഡ്ഡയാണ്. ജഗത് പ്രകാശ് നഡ്ഡയാണ് എന്ത് പറയുന്നത്? ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി എന്ന് പറയുന്നത്. അപ്പൊ മൻസുഖ് മാണ്ഡവ്യക്ക് എന്താണ്? മൻസുഖ് മാണ്ഡവ്യ ഇപ്പോൾ എന്താണ്? തൊഴിൽ, അതേപോലെ യുവജന കാര്യമൊക്കെ ആരാണ്? മൻസുഖ് മാണ്ഡവ്യയാണ് കൈകാര്യം ചെയ്യുന്നത്. അതേപോലെ തന്നെ കായിക വകുപ്പൊക്കെ ആരാണ്? മൻസുഖ് മാണ്ഡവ്യയാണ്. ഓക്കെ, അടുത്തത് ആരാണ്? നിർമ്മല സീതാരാമൻ അല്ലെ. നിർമ്മല സീതാരാമൻ എന്താണ്? ധനകാര്യം, അതേപോലെ തന്നെ കോർപ്പറേറ്റ് കാര്യം, ഇതൊക്കെ ആരാണ്? കോർപ്പറേറ്റ് കാര്യമൊക്കെ നമ്മുടെ നിർമ്മല സീതാരാമനാണ്. നെക്സ്റ്റ് വരുന്നതാണ് അന്നപൂർണ ദേവി. ഒന്ന് പഠിച്ചു വെക്കുക. അന്നപൂർണ ദേവി എന്താണ്? അന്നപൂർണ ദേവി എന്ന് പറഞ്ഞാൽ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയാണ്. വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയാണ് അന്നപൂർണ ദേവി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 35ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, പദാർത്ഥങ്ങളിൽ നിന്നുള്ള പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗമാണ് എന്തെന്നറിയപ്പെടുന്നത്? നമ്മുടെ ചെറുകുടലാണ് പദാർത്ഥങ്ങളിൽ നിന്നുള്ള പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. അപ്പൊ നമ്മുടെ 35 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങൾ എന്താണോ നിങ്ങൾ അടുത്ത ക്ലാസ് എന്തിന്റെ വേണമെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു പ്ലാൻ ചെയ്യാനായിട്ട് എനിക്കും ഒരു ഉപകാരപ്പെടും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തായാലും അതൊന്ന് കമന്റ് ആയിട്ട് കൂടി രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.